കോണിക് സെക്ഷൻസിൽ ആദ്യം പഠിച്ചതിനെ പറ്റിട്ടാ അല്ലെ? സർക്കിൾ ഇക്വേഷൻ എന്താ പഠിച്ചത്? ഇക്വേഷൻ ഓഫ് സർക്കിൾ. എന്താ ഇക്വേഷൻ? x minus h whole square plus y minus k whole square equal r square. എന്താണ് h k എന്ന് പറയുന്നത്? എന്താ? ആരെ സംസാരിക്കുന്നത്? h k എന്ന് പറയുന്നത് എന്താ? സെന്റർ ഓഫ് ദി സർക്കിൾ. r എന്ന് പറയുന്നത് എന്താ? radius of the circle. Next നമ്മൾ പഠിച്ചത് പാരബോള. ഞങ്ങള് രണ്ട്, ഞങ്ങൾക്ക് ഒരു പായസം എക്സ്ട്രാ, എനിക്ക് രണ്ടെണ്ണം എക്സ്ട്രാ. ആ എനിക്ക് ടോട്ടൽ 3, എനിക്ക് 2, പിന്നെ അക്ഷയ്ക്ക് 2. അക്ഷയനെ കൊണ്ടുവരണം. പായസം പായസം ടിവിയിൽ കുറി കിട്ടിയില്ല, അത് വളരെ വിഷമമായിട്ടുള്ളൂ. അടിച്ചു മിസ് കുറി ഫാസ്റ്റ് സീരിയസ് ആയിട്ട് അടിക്കട്ടെ. നെക്സ്റ്റ് പാരബോള. പാരബോള എന്ന് പറഞ്ഞാൽ എന്താ? പാരബോള എന്ന് പറഞ്ഞാൽ എന്താ? ഇവരെ എനിക്കടുത്തോട് വേഗാവട്ടെ. സത്യം കല്യാണം സത്യം ഒറ്റ പ്രാവശ്യം ഞാനൊറ്റ പ്രാവശ്യം പറയുന്നുള്ളൂ. എന്തൊരു വയസ്സിന്റെ കാണാൻ പറ്റില്ല. അങ്ങനെ ഇരിക്കുന്നുള്ളൂ. പാരബോള എന്താണ് പാരബോള? Set of all points that are equidistant from a fixed point and a fixed line. ഒരു ഫിക്സ്ഡ് പോയിന്റ് ഉണ്ടായിരിക്കും, ഒരു ഫിക്സ്ഡ് ലൈൻ ഉണ്ടായിരിക്കും. ആ പോയിന്റിൽ നിന്നും ലൈനിൽ നിന്നും ഇക്വേഷൻസ് ആയിട്ടുള്ള പോയിന്റുകളുടെ കളക്ഷനെയാണ് നമുക്ക് പറയാം പാരബോള എന്ന് പറയുന്നത്. ഫിക്സ്ഡ് പോയിന്റ് വരുന്ന ഫിക്സ്ഡ് ലൈനാണ് വേറെ. എത്ര സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്? 4 സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഉണ്ട്. ഈ പാരബോളയുടെ ഇക്വേഷൻ ഇവിടുത്തെ ആക്സിസ് ഏതാണ്? എക്സ് ആക്സിസ് ആണ്. സോ y സ്ക്വയർ ഈസ് ഈക്വൽ ടു 4x. ഇനി തിരിച്ചാണെങ്കിലോ പരാബോള ഇങ്ങനെയാണെങ്കിലോ മൈനസ് 4x. നമ്മുടെ പരാബോള ഇങ്ങനെയാണെങ്കിലോ x square equal 4ay.
താഴത്തോട്ടാണെങ്കിലോ x² ഈക്വൽ -4. ഇതിൽ നാലെണ്ണമാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ലെങ്ത് ഓഫ് ദി ലാറ്റസ് വെക്ടർ എന്താണ്? ലെങ്ത് ഓഫ് ദി ലാറ്റസ് വെക്ടർ എന്ന് പറയുന്നത് 4. കഴിഞ്ഞോ? ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് ഓരോന്നിലും ഓരോ ഫസ്റ്റ് കേസിൽ എന്താ? ഫസ്റ്റ് കേസിൽ +or -a0 ഇതിൽ രണ്ടിലൂടെ അല്ലേ? ഇതിലാണെങ്കിൽ പ്ലസ്, ഇപ്പത്താണ് മൈനസ്. അപ്പൊ +or -a0 ആണ് ഇവിടെ ഫോക്കസിന്റെ ഇക്വേഷൻ, ഫോക്കസിന്റെ കോർഡിനേറ്റ്സ്. ഇവിടെയാണെങ്കിൽ ഈ രണ്ട് കേസിലാണെങ്കിലോ 0 +or -a. ഇതാണ് നമ്മുടെ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ്. കിട്ടിയോ? ഈ y² കാണിക്കുന്നതാണോ എന്നിട്ട് ഈ y² ആണോ x² ആണോ മേജർ ആക്സിസ് കാണിക്കുന്നത് എങ്ങനെ മനസ്സിലായി? ഏതാണ് മേജർ ആക്സിസ്? ഇപ്പൊ ഇത് കണ്ടോ? y² = 4x. ഇവിടെ ആക്സിസ് ഏതാണ്? x. അപ്പൊ മേജർ ആക്സിസ് x. ഇനി x² വരുമ്പോ y. Find the center and radius. Find the center and radius of the circle. Find the center and radius of the circle whose equation is x minus 7 the whole square plus y minus 3 the whole square equal 48. X minus 7 the whole square plus y minus 3 the whole square equal 48. Standard equation ആയിട്ട് കമ്പയർ ചെയ്യാം. 7/3 √48 7/3 ആണ് നമ്മുടെ സെന്റർ എന്ന് പറയുന്നത്. 48 ആണ് റേഡിയസ്. എഴുതിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അത് ഇക്വേഷൻ ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കിട്ടും അല്ലെ? മറ്റേ തേർഡ് ഡേ ഡിവൈഡ് ചെയ്ത് ഹാഫ് എടുക്കും. അതായത് ഇക്വേഷൻ എക്സ്പാൻഡഡ് ആയിട്ട് ഇപ്പൊ അവിടെ സ്ക്വയറിന് പകരം x² മൈനസ് അത് ഏതോ നമ്പർ അതിന്റെ ഹാഫ് എടുത്ത് സ്ക്വയർ ചെയ്ത് അവിടെ എടുത്തു. ഒരു കാര്യം നൈസായിട്ട് ഇഷ്ടം നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ ചെയ്യാം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യനിൽ ചെയ്യാം. ആ ക്വസ്റ്റ്യൻ കണ്ടില്ല. ഫേസ്ബുക്കിലില്ല. Right question. Find the equation
of the circle. Find the equation of the circle. Having 1 minus 2 as its center. 1 minus 2 as its center. And passing through. Ax plus y is equal to 14. 3x plus y is equal to 14, comma 2x plus 5y is equal to 18. 3x plus y is equal to 14, comma 2x plus 5y is equal to 18. മൈനസ് തന്നിട്ടുണ്ട്, സെന്റർ തന്നിട്ടുണ്ട് അല്ലെ. സെന്റർ എന്താണ് 1 ആൻഡ് -2. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് ആൻഡ് പാസിംഗ് ത്രൂ. ഈ രണ്ട് ലൈൻസിൽ കൂടി പാസ് ചെയ്യുന്നത്. ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യണം, എലിമിനേഷൻ വെച്ച് ആണോ? ആദ്യം ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. അപ്പൊ എക്സിന്റെ വൈയുടെ വാല്യൂ ചെയ്യട്ടെ. എന്താണെന്നായിരിക്കും इसे 14 में फिर 70 ആണ്. 70 കഴിഞ്ഞാൽ 0.6. എക്സും വൈയും കിട്ടി. ഇനി എന്താ നന്ദന കപ്പുളോണോ? കഴിഞ്ഞോ? എക്സും വൈയുടെ വാല്യൂ കിട്ടിയോ? അപ്പൊ ഈ എക്സും വൈയുടെ വാല്യൂ എന്താ ശരിക്കും? സർക്കിൾ പാസ് ചെയ്തൊരു പോയിന്റ്. ആ പോയിന്റ് സെന്റർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ റേഡിയസ് എന്ന് പറയുന്നത്? റേഡിയസ് താഴ്ന്നവരെ എഴുതാൻ പറ്റും. on solving equation number 1 and equation number 2. X plus y x plus
x equal to 4 y is equal to 2 ആണ് അത് ചെയ്യാൻ. ഇനി എന്താ ചെയ്യേണ്ടത്? റേഡിയസ് കണ്ടുപിടിക്കണം അല്ലേ? റേഡിയസ് എന്താ? നമുക്ക് എന്ത് കിട്ടി? ഒരു പോയിന്റ് ആണ് സർക്കിൾ കിട്ടി. 4 എന്ന് പറയുന്ന സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. റേഡിയസ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ and center. Center എന്താ? 1 minus 5 എന്താ ഇക്വേഷൻ? root of x2 minus x1 the whole square plus y2 minus y1 the whole square is equal to root of 4 minus 3 square plus 2 minus 2 that is 4 square which is equal to root of 9 plus 16 is equal to root of 25. ഇതാണ് നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത്. അല്ല ഈ എക്സ് ഞാൻ 4,2 ഞാൻ കണ്ടുപിടിച്ചു. എക്സ് മൈനസ് അതില്ലേ? എക്സ് മൈനസ് ഇതെന്താ? കാരണം സർക്കിളിൽ പോയിന്റ് ആണല്ലോ. സർക്കിളിൽ ഏത് പോയിന്റ് നമ്മൾ ആ ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് ആ ഇക്വേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടും. ഏത് വന്നിട്ടുണ്ട് ഡിസ്റ്റൻസ് ഫോമിൽ യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്നത്. ഇനി ഇക്വേഷൻ ആയിരിക്കും. ഇക്വേഷൻ എന്താ? ശരി, 5 ബ്രേക്ക് എടുത്ത്. Find the equation of the circle. Find the equation of the circle. ഇതെല്ലാവരും എഴുതി കഴിഞ്ഞോ? എല്ലാവരും കഴിഞ്ഞോ? സ്വയം കഴിഞ്ഞോ? ഗായത്രി കഴിഞ്ഞോ? നന്ദന കഴിഞ്ഞോ? നന്ദന അടുത്ത ദിവസം കൂടെ അറിയാമല്ലോ. Find the equation of the circle. Find the equation of the circle which passes through the origin. Find the equation of the circle which passes through the origin and cuts off intercepts 3 and 4 and cuts off intercepts 3 and 4 from the positive parts of the axis. From the positive parts of the axis. Find the equation of the circle which passes through the origin and cuts off intercepts 3 and 4 from the positive parts of the axis. ഒരു പോയിന്റ് ബാക്കി ആലോചിച്ചു ചോദിക്കില്ല. ഞാൻ പോസിറ്റീവ് പാർട്ട് ഓഫ് ആക്സിസ് അപ്പൊ നമ്മൾ 0 ഇട്ട്
കാര്യങ്ങൾ എന്തൊക്കെ കിട്ടും? 2 പോയിന്റ് ഈക്വൽ ചെയ്തപ്പോൾ 25 6h പ്ലസ് 8. ഇവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്? ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ വിച്ച് പാസസ് ത്രൂ ദി ഒറിജിൻ. പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഒറിജിൻ അല്ലെ? സർക്കിൾ passes through 0 0. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? ആൻഡ് കട്ട്സ് ഓഫ് ഇന്റർസെപ്റ്റ് 3 and 4. സോ ഇതാണ് നമ്മുടെ ആക്സിസ് എങ്കിൽ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണല്ലോ ഈ സർക്കിള്. ഇതാണ് നമ്മുടെ സർക്കിൾ വിചാരിച്ചു. സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട് 0 0. പിന്നെ എന്താ പറയുന്നത്? Cuts of intercepts 3 and 4 into positive parts of the axis. Axis in the positive parts ൽ 3ഉം 4ഉം കട്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ പോയിന്റ് ഏതാണ്? ഈ പോയിന്റ് ഏതാ? 0, 3 പോയിന്റ്സ് ആണ് നമുക്ക്. ഓക്കെ, മനസ്സിലായോ? ഒരു സർക്കിൾ passes to 0 0 0 and ഈ 3,0ന്റെ 0,4ന്റെ ഡിസ്റ്റൻസ് ഡിസ്പ്ലേ അതൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മള് പഠിച്ചിട്ടുള്ളതാണ്. അല്ലേ എന്തായാലും രണ്ട് ഓപ്പോസിറ്റ് വെച്ച് കിടക്കുന്ന പോയിന്റിന്റെ ഓപ്പോസിറ്റ് സെന്ററിൽ പാസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. കോഡാകാതെ സിമ്പിൾ ഒരു കോഡാണ്. നിങ്ങളൊരു കാര്യത്തിൽ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ x minus h the whole square plus y minus k the whole square equal r square അല്ലേ? ഇതിൽ x ഉം y ഉം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അവിടെ ഏതെങ്കിലും രണ്ട് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്യുമ്പോൾ 6 തന്നിട്ടില്ല. അത് 6 കണ്ടു. എടുക്കണം. എടുക്കണം. ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. Circle passes through 0 0. K3/2 H2.
എയുടെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കിട്ടും. നിങ്ങള് വെയിറ്റ് ചെയ്യും. ഇപ്പൊ എഴുതല്ലേ, ഇപ്പൊ എഴുതല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ച് ഇത്രയും കിട്ടിയോ? വാല്യൂസ് കിട്ടിയോ? നിങ്ങൾക്ക് തനിയെ ജനിച്ചു കിട്ടിയോ? വളർത്തിയല്ല, തനിയെ ചെയ്ത് കിട്ടിയോ? ഇതെങ്ങനെ വന്നത് മനസ്സിലായോ? നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് സർക്കിൾ പാസ് ചെയ്ത 3 പോയിന്റ്സ് ആണ് 0, 0, 3, 0, 4 അല്ലെ? അപ്പൊ എക്സും വൈയുടെയും സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റ്സ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ എടുക്കുന്ന പോയിന്റ് 0, 0 ആണ്. അപ്പൊ 0 ആണ് നമ്മുടെ എക്സ്, ഈ 0 ആണ് നമ്മുടെ വൈ. അപ്പൊ നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇതാണ്. ഇതിൽ എക്സിന്റെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വൈയുടെ പ്ലേസിൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്താ കിട്ടാം? മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ. അതായത് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പോയിന്റ് എടുക്കാം 3, 0. അപ്പോ എക്സ് വാല്യൂ എത്രയാണ്? 3. വൈ വാല്യൂ എത്രയാണ്? 0. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് 0 മൈനസ് കെ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ആർ സ്ക്വയർ. അതാണ് താഴെ എഴുതിയേക്കുന്നത്. ഇനി എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്ത് കിട്ടി? 3 സ്ക്വയർ മൈനസ് 2 into 3 into h plus h square 9 minus 6h plus h square plus k square equal r square. That is equation number 2. We have one more point, അല്ലേ? ഏതാണ്? 0, 4. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ h square plus 16 minus 8k plus k is equal to r square. Okay? ഇനി from equation number 1 നമുക്ക് എന്തറിയാം? h square plus k square എന്ന് പറയുന്നത് r square ആണ്. അത് ഈ രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ h square plus k square എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, r square സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. LHSലും RHSലും സെയിം ടേം ഉണ്ട്. സോ വി ക്യാൻസൽ ഇറ്റ്. ബാക്കി എന്താണ്? 9 minus 6h is equal to 0. റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും h is equal to 3/2. മനസ്സിലായോ? സംശയമുണ്ടോ? ഇത്രയും എല്ലാവർക്കും കിട്ടിയോ? Answer x minus 2 the whole square plus y minus 3 by 2 the whole square equal to 34. എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ആൻസർ ആണെങ്കിലും നോക്കട്ടെ കേട്ടോ. ഇനി ഇത് നോക്കാം. നെക്സ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സെന്റർ കിട്ടി HK. ഇനി ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കുക, ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കണ്ടുപിടിക്കുക. ചെയ്തേ.
ish. First equation x square plus a square equal to r square അല്ലേ? Substitute h എത്രയാണ്? 3/2 square plus a square 2 square equal r square. Therefore r square എത്രയാണ്? 9/4 plus that is 9 plus 16 25/4. Therefore r is equal to 5/2. r is equal to 5/2 ആണ് കിട്ടിയത്. ഈ ഇക്വേഷൻ എന്താ വരാ? x minus h the whole square, that is x minus h square 3/2 the whole square plus 5 minus 2 the whole square equal 5/2 the whole square. That is 2x minus 3 plus 5 minus 8 the whole square equal 4x square minus 10x square is 12x plus 9 5 8 plus 5 square minus 5 plus 4 equal 4x square minus 12x plus 9 plus 4 ഇതൊന്നും നമ്മൾ എന്താ ആവശ്യമില്ല. അല്ല ഇക്വേഷൻ ഓൾറെഡി ഉണ്ടാക്കിയല്ലോ. x minus 3/2 the whole square അങ്ങനെയിട്ടപ്പോ അങ്ങനെയല്ലേ നമ്മൾ സാധാരണ ഇടാറ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ചെയ്യും. 6:55 5 ക്ലാസ് ഓൾറെഡി അല്ല ഇന്ന് നമ്മള് കറക്റ്റ് സമയം തുടങ്ങിയ ആദ്യം ഒരു 1.5 സെഷനാണ്. ഇത് സ്റ്റാർട്ടിംഗ് 5:50 ആയിരുന്നു. എക്സാം എടുത്തിട്ട് സപ്പോർട്ട് ചെയ്തല്ലോ. സപ്പോർട്ട് ചെയ്യാൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അഞ്ചിന്റെ Next question. Find the equation അതെല്ലാം of the പിന്നീട് circle. പിന്നെ തരട്ടെ ആവശ്യം ഞാൻ വീട്ടിൽ പോകണം. Find the equation of the circle. Find the equation of the circle which touches x-axis and whose center is 1. Which touches x-axis and whose center is 1, 2.
അത് തെറ്റി മിസ് ചെയ്തു. എന്റെ മിസ് ഞാൻ ബുക്കിന്റെ നടുക്കൊണ്ട് വെച്ചേക്ക് അത് ഇത് തിരിക്കുന്ന വീട്ടിൽ ഇത് വരച്ചെന്ന് തോന്നുന്നുണ്ടോ? അത് സ്ക്രൂഡ് ചെയ്താണ് അതിലും വരയ്ക്കണം. ആ ബാക്കിലൊക്കെ ഞാൻ വരച്ചിരുന്നു. അതിൽ കൂടെ വരച്ചത് സത്യമായിട്ട് വരച്ചിരിക്കണല്ലോ. ഇവിടെ എക്സ് ചെയ്തിരിക്കണോ? ആരും ക്ലാസ്സിലാണെങ്കിൽ ബ്രേക്ക് ചോദിക്കാൻ നിൽക്കണ്ട. ആകെ 1.5 hour ക്ലാസ് ഉള്ളത്. വന്ന് കയറുമ്പോ തുടങ്ങും ബ്രേക്ക്. ഇനി ആരും ബ്രേക്ക് ചോദിക്കണ്ട. ചെയ്ത് കഴിഞ്ഞോ? ചെയ്യുന്നത് എങ്ങനെയാണ് മനസ്സിലായോ? എത്ര പേർക്ക് ചെയ്യാനായിട്ടുള്ള ഐഡിയ ചെയ്യുവാണോ എല്ലാരും? Find the equation of a circle which touches x-axis. X-axis touch ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. And to center is 1. Center 1 to 1 എന്ന് പറയുമ്പോൾ എവിടെയായിട്ട് വരും? Suppose this is 1. 1 to എന്ന് പറയുമ്പോൾ സെന്റർ ഇതല്ലേ? Touches x-axis means y 0 ആവുന്നില്ലേ അത് ഉദ്ദേശിക്കുന്നത്? X-axis ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ X-axis ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റേഡിയസ് ഇതാവണ്ടേ? ആവണ്ടേ? നമ്മുടെ സർക്കിളിൽ സെന്റർ എന്ന് പറയുന്ന 1 to 1, അതായത് ഇതാണ് 1 to എന്ന് പറയുന്ന പോയിന്റ്. ഈ സർക്കിൾ X-axis ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരണം, ഇങ്ങനെ വരണ്ടേ? സർക്കിൾ ഇങ്ങനെ ടച്ച് ചെയ്യണം. അതായത് റേഡിയസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. എത്രയാണ്? 2. സെന്ററിന്റെ റേഡിയസ് ചെയ്യാലോ. ആ സർക്കിൾ ഒന്ന് വരച്ചൊന്നും കാണിച്ചില്ല, ക്ലിക്ക് ആയില്ല. നമ്മുടെ സെന്റർ, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്ന 1 to 1. ഇത് നമ്മളോട് പറയുന്നത് എന്താ? ഈ സർക്കിള് X-axis ടച്ച് ചെയ്തത്. അതായത് ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നുണ്ട് അല്ലെ? ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം? 2 ആയിരിക്കണം അല്ലെ? പിന്നെ റേഡിയസ് എന്ന് പറയുന്നത്
ഉദ്ദേശിച്ചത്, പക്ഷെ അത് കറക്റ്റ് അറിയാം. പേജ് നമ്പർ 13. ഇങ്ങനെ കൊടുത്തേക്കണം. ഈ ഡിസ്റ്റൻസ് 2 ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് 2 ആവണം. ഇത് ക്രോസ് ചെയ്ത് പോകും. കറക്റ്റ് ഇവിടെ വന്ന് ചെയ്യില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോറി ഇന്നത്തെ YSS കണ്ടത് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയട്ടെ. Find the center and radius of the circle. Find the center and radius of the circle. X square plus y square. X square plus y square plus 8x plus 10y minus 8 equals 0. X square plus y square plus 8x plus 10y minus 8 equals 0. X terms കാണിച്ചു ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ് ടേംസ് എല്ലാം ക്ലബ് ചെയ്യാം, വൈ ടേംസ് എല്ലാം ക്ലബ് ചെയ്യാം. എന്നിട്ട് എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 10y ഈക്വൽ 8. ഇതാണ് ഇക്വേഷൻ അല്ലെ. ഇനി എന്ത് ചെയ്യാം? ഇനി ഇവിടെ നോക്കാം, എക്സിന്റെ കോഎഫിഷ്യന്റ് ഏതാ? 8. എക്സിന്റെ കോഎഫിഷ്യന്റ് ഹാഫിന്റെ സ്ക്വയർ എടുക്കാം. എക്സിന്റെ കോഎഫിഷ്യന്റ് 8 ആണ്. 8ന്റെ ഹാഫ് എത്രയാണ്? 4. 4ന്റെ സ്ക്വയർ 16. ആഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ തന്നെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 10y പ്ലസ് വൈയുടെ കോഎഫിഷ്യന്റ് 10. 10ന്റെ ഹാഫ് 5. 5ന്റെ സ്ക്വയർ 25 പ്ലസ് 25 മൈനസ് 25 is equal to 8. ചെയ്യാം. ഇവിടെ നമ്മൾ പ്ലസ് ഒരേ നമ്പർ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്ന പറയുന്നത് 0 ആഡ് ചെയ്തേക്കും. നമുക്ക് തന്ന ഇക്വേഷൻ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഇവിടെ 25 ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യും. റിസൾട്ട് നമ്മൾ എന്താ 0 ആണ് ആഡ് ചെയ്ത് ചേഞ്ച് ചെയ്ത ഇക്വേഷൻ. ഇനി ഇതെന്തായത്? 10ന്റെ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എക്സ് സ്ക്വയർ നമുക്ക് എക്സ് ആണ്. ഇവിടെ എക്സിന്റെ ടേമിന്റെ സൈൻ എടുക്കുക. അതെന്താ? പ്ലസ് ആണ്. 16 റൂട്ട് എത്രയാണ്? 4. എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ആണ് ഇത്രയും എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്
എക്സ് ടേമിന്റെ സൈൻ പ്ലസ് സീക്സ് പ്ലസ് 16ന്റെ റൂട്ട് 4. ഇനി ഈ മൈനസ് 6 നിൽക്കട്ടെ, ഇത് നോക്കാം. y സ്ക്വയറിന്റെ റൂട്ട് y ടേം 10y ആണ്, 10y സൈൻ പ്ലസ് 25ന്റെ റൂട്ട് 5 സ്ക്വയർ ഈക്വൽ 8. ഈ മൈനസ് 16 മൈനസ് 25 ട്രാൻസ്പോസ് ചെയ്യാൻ വേണ്ടത് പ്ലസ് 16 പ്ലസ് 25 എത്രയാണ്? R is equal to 7. 49. Yes. So x plus 4 the whole square plus y plus 5 the whole square equal 49. അപ്പോൾ നമ്മുടെ സെന്റർ HK എന്ന് പറയുന്നത് എന്താ? -4. അല്ലേ? -4 നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? x minus h the whole square plus y minus k the whole square equal r square. ഇവിടെ മൈനസ് ആയിരുന്നു വരേണ്ടത്, പക്ഷെ we have plus here. So x minus -4 എന്ന് എഴുതാം. പറഞ്ഞു മനസ്സിലായോ? നമുക്ക് ഇതേ ഫോമിലേക്കാണ് മാറ്റേണ്ടത്. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? നമുക്ക് സൈൻ മൈനസ് ആണ് വരേണ്ടത്. അപ്പൊ എക്സ് പ്ലസ് 4 നമുക്ക് എക്സ് മൈനസ് -4 ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് -5 ഹോൾ സ്ക്വയർ ഈക്വൽ 7 സ്ക്വയർ എഴുതാം. സോ വാട്ട് ഇസ് എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ആരല്ല? -4. കെയുടെ സ്ഥാനത്ത് ആരല്ല? -5. ആറിന്റെ സ്ഥാനത്ത് ആരല്ല? 7. therefore HK എന്ന് പറയുന്ന ആരാ? -4 -5 and R is equal to 7. This is the answer. കിട്ടിയോ? പറയട്ടെ. ഓണായ Next പറയട്ടെ. ഇത് കംപ്ലീറ്റ് ചെയ്തല്ലേ? ആരെ കാണില്ല? ഇങ്ങനെ അനക്കിക്കൊണ്ടിരുന്ന ഈ സാധനം എടുത്തു. Find the center and radius of the circle. Find the center and radius of the circle. X square plus y square minus 4x minus 8y minus 45 equal to 0. X square plus y square minus 4x minus 8y minus 45 equal to 0. ഇതാണ് ഇപ്പൊ ശരി. ഇതുപോലെ തന്നെ ചെയ്തു. എല്ലാവർക്കും കിട്ടിയോ? വിശാലിന്റെ പിന്നെ സാധനം ക്യൂബ് കെമിസ്ട്രിയിൽ ക്യൂബ്
ക്യൂബോയിഡ് ഷേപ്പ് എന്തെങ്കിലും ഇത് 2AB. എടാ തുടങ്ങുന്നത് ട്രയാങ്കിൾ പിണാറ് വെച്ചാണ്, പിന്നെ ട്രയാങ്കിൾ പിരമിഡ്, പിന്നെ ബൈ പിരമിഡ്, ടെട്രാഹൈഡ്രൽ, ഒക്ടാഹൈഡ്രൽ. ഇത് ക്യൂബല്ലേ? എനിക്ക് തോന്നുന്നു ചിലപ്പോ ചിലപ്പോ റിമൂവബിൾ ആയിരിക്കും, അങ്ങനെ പല പല ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോ ഹൈഡ്രോ കാർബണിന്റെ ഷേപ്പ് ആണെങ്കിലായിരിക്കും അത് കഴിഞ്ഞോ? ഇത് ഉണ്ടാക്കി എടുത്തേക്കുന്നതാ. ഇത് സ്ട്രോയ ഇത് മാത്സാ. Find the equation of parabola. ഇതുണ്ടാക്കി പറഞ്ഞില്ലല്ലോ. ഇത് കെമിസ്ട്രി ആണ് തോന്നുന്നു. കണ്ടിട്ട് തോന്നില്ല. അതെ, ടെട്രാഹൈഡ്രൽ ക്യൂബ് ഷേപ്പില് കുറച്ചൊരു പഠിക്കാൻ കൂടി വരും. ആ പ്ലസ് ടു ഉണ്ടായിരുന്നു. പ്ലസ് ടുലായത് 4 ചാപ്റ്റർ തന്നെ. Find the equation of parabola. Find the equation of parabola whose vertex is 0, 0 and focus is √3, 0. Find the equation of parabola whose vertex is 0, 0 and focus is √3, 0. ഏത് ഫോമാ? y square equal to 4ax. y square is equal to 4ax. അപ്പൊ a കണ്ടുപിടിച്ചാൽ a എന്താ? √3. 4√3. y square is equal to 4√3. Next question. Find the coordinates of focus. Find the coordinates of focus. Axis of parabola. The equation of the directrix. Find the coordinates of the focus. Axis of the parabola. The equation of the directrix. And the length of the lattice vector. And the length of the lattice vector. X square is equal to minus 16y. X square is equal to minus 16y. In the next class, we have to write the part for it. ആ വേരിയൻസും സ്റ്റാൻഡേർഡ് അത് വന്ന് ഫൈനലാണ്. അതും പിന്നെ ലിമിറ്റ്സ് അത് പഠിച്ചിട്ട് Next class, we have the conic section. Okay. സമയം ഫെബ്രുവരി 10 മുത്തച്ഛന്റെ കല്യാണം കേട്ടെ. മുത്തച്ഛന്റെ കല്യാണം നാളെ ഞാനങ്ങനെ നോക്കിയത്. ഇത് വേറൊരു അപ്പൂപ്പന്റെ അനിയന്റെ മോൻ. അച്ഛന്റെ കസിൻ ബ്രദർ. മുത്തച്ഛൻ്റെ അല്ല ഞാൻ പറഞ്ഞോടാ. ചേട്ടനെ ഡൽഹിയിലെ 3 ദിവസം അവിടെ എത്തണം. തിരിച്ചു വരാൻ 3 ദിവസം
ബർത്ത്ഡേ എവിടെ ആയിരിക്കും? വന്നിട്ടാണോ ഫോണാണോ ഞാൻ ഇവിടെ സ്കൂളിൽ ചെയ്ത് കഴിഞ്ഞോ? ഈ ഡയറക്ടേഴ്സിന് എന്താ തന്നില്ലല്ലോ നേരത്തെ. ഓരോന്നിനും ഓരോന്നാണ്. ഇപ്പൊ എക്സ് ആക്സിസ് ആണെങ്കിൽ എന്തുണ്ട്? ഡിസ്റ്റൻസ് ചെയ്യാണ്. ആ ഏത് ആക്സിസിലാണ്? എക്സ് ആക്സിസ് ആണെങ്കിൽ എന്തുണ്ട്? പോസിറ്റീവ് എക്സ് ആക്സിസിലാണെങ്കിൽ ഇവിടെ എക്സ് ഈക്വൽ മൈനസ് ചെയ്തിരിക്കുന്നത്. Y axis. എക്സ് ആക്സിസ് ആണെങ്കിൽ വൈ എക്സ് ആണ് along the x axis. X is equal to minus 0. X is equal to minus 0. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഈ സൈഡിലായിരിക്കില്ലേ വരാം. അപ്പൊ x is equal to minus 0. ഇപ്പുറത്താണ് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണെങ്കിൽ പോസിറ്റീവ് പോരും. ചെയ്ത് കഴിഞ്ഞോ? ഞാൻ ഇവരോട് പറഞ്ഞ അപ്പൊ അവളെല്ലാം കണക്കാക്കും. ഞാൻ ഇവരോട് പറഞ്ഞ കാണില്ല എല്ലാം എനിക്ക് നോക്കി കഴിഞ്ഞൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ എത്ര പ്രാവശ്യം ചോദിച്ചറിയോ? പിന്നെ എന്റെ മെസ്സേജ് ഇവിടെ എനിക്കൊരു തേങ്ങയും കാണാൻ പറ്റുന്നില്ല. പോസ് ചെയ്യണ്ട, നിർത്തിക്കോന്നേ. നിർത്തുവാണേ. പക്ഷെ പോസ് ചെയ്യണേ. ചെയ്തില്ല, ചെയ്തോട്ടെ എന്ന് ചോദിച്ചാ എഫിന്റെ കോർഡിനേറ്റ്സ് ഏതാ? കോർഡിനേറ്റ്സ് ഓഫ് എഫ് പറഞ്ഞേ. എഫ് ഫോക്കസ് 0, -4 എവിടെ എവിടെ പോസിറ്റീവ് -16 അല്ലേ? നെഗറ്റീവ് അല്ലേ? ഇതിനകത്ത് ഫോക്കസ് 0, പ്ലസ് മൈനസ് ഒന്നും ഇതിനകത്ത് ഒരു ഫോക്കസ് പാരബോളിക്കാവുന്ന ഫിഗർ വെച്ചില്ലേ? ഇങ്ങനെ ഈ ഒന്നെങ്കിൽ ഈ സൈഡില് അല്ലെങ്കിൽ ആ സൈഡിൽ. അപ്പൊ വെർട്ടിസസ് വന്നതാണ്. എലിപ്സിലാണ് രണ്ട് ഫോക്കസ് ചെയ്യുന്ന ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സ് ഇതെന്ന് പറയുന്നത് ഇക്വേഷൻ എക്സ് സ്ക്വയർ -4ay ആണ്. അപ്പൊ എല്ലോ വിച്ച് ആക്സിസ് ആണ്? y ആക്സിസ് ആണ്. അപ്പൊ ഇക്വേഷൻ എന്താ വരാം? y equal to എല്ലോ നെഗറ്റീവ് y ആക്സിസ് ആണ് അല്ലെ? നെഗറ്റീവ് y ആക്സിസ് ആണ് നമ്മുടെ പരാബോള. അപ്പൊ ഡയറക്ട്രിക്സ് എവിടെയാ വരാം? പോസിറ്റീവ് ഡയറക്ഷനിലല്ലേ വരാം. നിങ്ങൾ ആ സാധനം പോസിറ്റീവ് ഡയറക്ഷനിലായിരിക്കും വരാം. 4 വരാം. y is equal to 4. ഇനി ലെങ്ത് ഓഫ് ദി ലാർജസ്റ്റ് വെക്ടർ 16. കിട്ടിയോ? ഒരെണ്ണം ചെയ്തോ?
y square is equal to 10y. Sorry, y square is equal to 10x. Y square is equal to 10x. Next is y square is equal to 10x. കഴിഞ്ഞോ? ഇനി ആരെ കഴിയാനല്ലേ? ആരെ കഴിയാനല്ലേ? എല്ലാവരും കഴിഞ്ഞു. ആൻസേഴ്സ് പറഞ്ഞേ. A equal to 7/5. A is equal to 5/2. അപ്പൊ F എന്താ? F 5/2, 5/2, 0. Axis ഏതാ? X axis. Directrix X equal to minus. X is equal to minus Minus maybe. minus 5/2. Length of the line is vector. Next class Thank you. പഠിച്ചിട്ട് വരാം. ഇനി അടുത്ത നോക്കിക്കൊണ്ട് വരാം.